ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശാലിനിയും വിഷ്ണുവുമായി ഒന്നിക്കാൻ സമ്മതം മൂളിയിരിക്കുകയാണ് സത്യഭാമ. അതിന്റെ ആദ്യപടിയെന്നോണം വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തന്റെ ഒപ്പം ശാലിനിയെ കളക്ട്രേറ്റിലേക്ക് കൊണ്ടുപോകാനായി മനഃപൂർവ്വം തന്നെ വിഷ്ണു ശാലിനിയുടെ കാറിന്റെ ടയർ പഞ്ചറാക്കുകയാണ്. ടയർ മാറ്റിയെടുക്കാൻ അരമണിക്കൂർ എടുക്കുമെന്ന് രാമേട്ടൻ പറയുമ്പോൾ ശാലിനി വിഷ്ണുവിനൊപ്പം പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ വിഷ്ണുവും ശാലിനിയും പ്രണയപൂർവ്വം കളക്ട്രേറ്റിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഞാൻ വന്നപ്പോൾ തൻ്റെ മുഖത്ത് ചെറിയ നീരസമുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അത് പിന്നെ വിഷ്ണുവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ എന്നെയും കൊണ്ട് സത്യാമ്മയുടെ മുന്നിലേക്ക് പോകുമെന്നും ഇതെൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ അതൊക്കെ അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് വിഷ്ണു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പപ്പിയുടെയും സത്യയുടെയും സ്കൂളാണ്. ഒരു കുട്ടി വന്ന് സത്യയുടെ അച്ഛനെ കുറിച്ച് ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് സത്യ. അതേസമയം തന്നെ പ്രിൻസിപ്പള് അവരുടെ അടുത്തേക്ക് വരികയും നാളെ ഫാദേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ ആണെന്ന് പറയുകയും ചെയ്യുന്നു. എല്ലാവരും വീട്ടിൽ ചെന്ന് പറയണം, കൂടാതെ നാളെ അവരവര് അച്ഛന്മാരുമായിട്ട് വേണം വരാനെന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ ആ കുട്ടി പറയുകയാണ്, എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നാളെ എനിക്ക് കിട്ടും, നാളെ സത്യയുടെ അച്ഛനും വരുമല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടുന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സത്യ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. സത്യഭാമ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ശാലിനിയുടെ കയ്യിലേക്ക് പുടവ കൊടുത്തതിന് ശേഷം ഭാമ പറയുകയാണ്, ഞങ്ങൾ വന്നത് ശാലിനിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ്, ഞങ്ങളുടെ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ ഭാമ പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ച് കാണുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.